പറഞ്ഞു തരാമല്ലോ. മഹാബലിയുടെ കഥ പറഞ്ഞു തരാം കേട്ടോ. പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന, അതായത് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നില്ലേ, പിണറായി എങ്കിലില്ലേ, എന്ന് പറയുന്ന പോലെ പണ്ട് കേരളം ഭരിച്ചിരുന്ന ഒരാളായിരുന്നു മഹാബലി. മഹാബലി ഭരിച്ചിരുന്ന നാളിൽ കേരളത്തിൽ ആർക്കും അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. അതായത് ഭക്ഷണത്തിനോ ദാരിദ്ര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ എല്ലാ മനുഷ്യനും കള്ളമില്ല, ചതിയില്ല, എല്ലാ മനുഷ്യനും ഉള്ളത് കൊണ്ട് നന്നായിട്ട് ജീവിച്ചു. ആരും ആരുടെയും ഒന്നും മോഷ്ടിച്ചെടുക്കില്ലായിരുന്നു, കളവില്ലായിരുന്നു, ചതിയില്ലായിരുന്നു, വഴക്കില്ലായിരുന്നു. വളരെ സ്നേഹത്തോടെ എല്ലാ ജനങ്ങളും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞുകൂടി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? അത് കണ്ടിരുന്ന ദേവന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് മഹാബലി എന്താണ്, അസുരഗണത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതും നാട്ടുകാരെല്ലാം നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന എന്ത് ചെയ്തില്ല, ദേവന്മാർക്ക് ഇഷ്ടപ്പെടില്ല. ദൈവങ്ങൾക്ക് അങ്ങനെയല്ലേ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇച്ചിരി കഷ്ടകാലം അവർക്ക് തന്നുകൊണ്ടിരിക്കേണ്ടത്, അതല്ല അവരുടെ ഒരു സന്തോഷം അല്ലേ? കേൾക്കുമല്ലേ? അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്തു? ദേവന്മാർ അസൂയ കൊണ്ട് മഹാബലിനെ എങ്ങനെയെങ്കിലും നാട് കടത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നാട് കടത്താൻ തീരുമാനിച്ചപ്പോൾ അവർ നേരെ ചെന്ന് മഹാവിഷ്ണുവിനെ കണ്ടു. മഹാവിഷ്ണു ഭഗവാനില്ലേ, അപ്പോൾ മഹാവിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു മഹാബലിനെ നാട് കടത്തണം. മഹാവിഷ്ണുവിന് അതത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും മഹാവിഷ്ണു മനസ്സോടെ എന്ത് ചെയ്തു? അതിന് സമ്മതം മൂളി. ദൈവങ്ങളല്ലേ. അങ്ങനെ സമ്മതം മൂളിയിട്ട് അവരെന്ത് ചെയ്തു? വാമനൻ എന്നൊരു കുഞ്ഞു ബാലൻ്റെ രൂപം എടുത്തു. വാമനൻ എന്താണ്, തീരെ ഒരു കുഞ്ഞു ബാലനായിരുന്നു. മഹാബലിയോട് ചെന്നിട്ട് ആവശ്യപ്പെട്ടു തനിക്ക് 3 അടി മണ്ണ് വേണമെന്ന്. അപ്പം മഹാബലി എന്ത് ചെയ്തു? ഓക്കെ, സമ്മതിച്ചു. തൻ്റെ കാല് കൊണ്ട് അളന്നെടുക്കാമെന്നും പറഞ്ഞു. അപ്പം മഹാബലി നോക്കിയപ്പോൾ എന്താണ്, തൻ്റെ കാലെന്ന് പറയുന്ന വാമനൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു മനുഷ്യൻ, ശിവനെ പോലെ. അപ്പോൾ കുഞ്ഞു കാല് അല്ലേ, ഈ ഒരു കുഞ്ഞു കാല് കൊണ്ട് അളന്നെടുത്താൽ എന്താകാനാണ്? 3 അടി മണ്ണെന്ന് പറഞ്ഞാൽ ശകലല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മഹാബലി എന്ത് ചെയ്തു? അതങ്ങ് സമ്മതിച്ചു. അത് കഴിഞ്ഞാണ് മഹാബലിക്ക് അതിലൊരു ചതി മനസ്സിലായത്. മഹാബലി ഉടനെ അതങ്ങ് അളന്നോളാൻ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്തു? വാമനൻ അങ്ങോട്ട് വളർന്ന് ആകാശമുട്ട് വളർന്നു. അപ്പോൾ വാമനൻ്റെ കാലിനൊക്കെ എന്തോരം വലിപ്പമായി. എന്നിട്ട് ആ ഭൂമിയിലേക്ക് ആദ്യത്തെ കാല് വാമനൻ വെച്ചു. ഭൂമിയിലേക്ക് ആദ്യത്തെ കാല് വെച്ചപ്പോൾ ആ ഭൂമി മൊത്തം അങ്ങ് ആ കാലിനടിയിൽ ഒതുങ്ങി. മൊത്തം ഭൂമി ഒതുങ്ങി. പറയട്ടെ, മൊത്തം ഭൂമി ഒതുങ്ങി. ഇത് കണ്ട് മാവേലി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് എന്ത് ചെയ്തു? ആകാശത്തേക്ക് കാല് വെച്ചു. അപ്പോൾ എന്തായി? മൊത്തം 2 അടിയല്ലേ ആയുള്ളൂ. അപ്പോൾ 3ാമത്തെ കാല് വെക്കാൻ സ്ഥലം വേണ്ടേ? 3ാമത്തെ അടി വേണ്ടേ? അപ്പോൾ വാമനൻ ചോദിച്ചു മഹാബലിയോട്, ഇനി ഞാൻ 3ാമത്തെ അടി എവിടെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ നല്ലവനായ മഹാബലി എന്ത് ചെയ്തു? ആ 3ാമത്തത് എൻ്റെ ശിരസിലേക്ക് വെച്ചോളാൻ പറഞ്ഞു, അതായത് എൻ്റെ തലയിലേക്ക് വെച്ചോളാൻ പറഞ്ഞിട്ട് മഹാബലി എന്ത് ചെയ്തു? കുനിഞ്ഞിരുന്ന് കൊടുത്തു. എന്നിട്ട് മഹാബലി ചോദിച്ചു, എനിക്ക് എൻ്റെ പ്രജകളെ കാണാനായിട്ട് വർഷത്തിൽ 1 ദിവസം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്ത് ചെയ്തു? വാമനൻ സമ്മതിച്ചു. അപ്പോൾ എന്നിട്ട് വാമനൻ ആ കാലുകൊണ്ട് മഹാബലിനെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തി പാതാളത്തിനുള്ളിലേക്ക്, ഭൂമി പിളർന്ന് മഹാബലി ആ ഭൂമിക്കടിയിലേക്ക് പോയി, പാതാളത്തിലേക്ക്. എന്നിട്ട് മഹാബലി എല്ലാ വർഷവും ആ തിരുവോണ ദിവസം നമ്മളെ കാണാനായിട്ട് വരുവാണ്. മനസ്സിലായോ? അതൊരു വിശ്വാസം. അങ്ങനെ വരുന്ന ആ ഒരു ദിവസത്തിനെയാണ് എന്ത് പറയുന്നത്? തിരുവോണം എന്ന് പറയുന്നത്. അപ്പം മഹാബലിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? പൂക്കളമിടും, സദ്യ ഒരുക്കും, പായസം വെക്കും അല്ലേ? പുതിയ കോടിയൊക്കെ കൊടുത്ത് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തെല്ലാം നമ്മൾ ഫുള്ള് സെറ്റപ്പായിട്ട് മഹാബലീനെ വരവേൽക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. കഥ ഇഷ്ടമായോ? ഇപ്പം മനസ്സിലായോ മഹാബലിയുടെ കഥ എന്താണെന്ന്? ഇഷ്ടമായോ?